അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ അധിഷ്ഠൽ സഹസ്രം സമാഹ നിർഭിന്ദൻ അഘൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വലി. ഇവിടെ ഇപ്പം എല്ലാം ഉണ്ട്, എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. സൃഷ്ടിക്ക് വേണ്ട വിഷയങ്ങളെ ആദ്യം ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഒരു പ്രതിമ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട മണ്ണ് വേണം, അതിന് വേണ്ടതായ വെള്ളം വേണം, അതിന് വേണ്ടതായ ചായങ്ങൾ വേണം. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഓരോന്നിനും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കാനുള്ള ആളത് ഉരുട്ടുമ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പോഴാണ് അതൊരു പ്രതിമയായിട്ട് മാറുന്നത് അല്ലേ. അതുപോലെ ഈ വക വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിലെന്ത് വേണ്ടി വന്നു? അങ്ങയുടെ ആവേശം വേണ്ടി വന്നു അതിനെ പ്രവർത്തിപ്പിക്കാൻ. അങ്ങനെയായാലും ഇപ്പൊ എന്താ, അണ്ട് മാത്രമേ ഉള്ളൂ. ഈ അണ്ടത്തുനിന്ന് കുട്ടി വരണമെങ്കിൽ അതിന് 21 ദിവസം പറഞ്ഞ് അടയിരിക്കണ്ടേ? ഒരു പൂവ് ഒരു ഫലമായിട്ട് വരണമെങ്കിൽ അതിന്റെ കാലയളവ് വേണ്ടേ? ഒരു ഗർഭം ഒരു കുഞ്ഞായിട്ട് പ്രസവിക്കണമെങ്കിൽ അതിന്റെ കാലയളവ് വേണ്ടേ? അപ്പൊ പ്രപഞ്ചത്തിനെ കുറിച്ചോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള കാലയളവ് വേണമെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് എത്ര കാലയളവ് വേണം? അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ ദുഷ്ട സഹസ്രം സമാഹ. 3 ദിവസം 30 ദിവസം അല്ലാന്ന്. സഹസ്രം സമാഹ 1000 വർഷം. ഈ അണ്ഡം, ഈ ഹിരണ്മയമായിരിക്കുന്ന അണ്ഡം പ്രളയജലത്തില് പൂർവസൃഷ്ടസലിലെ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതായ ജലത്തിൽ, ആ പ്രളയജലത്തിൽ സൃഷ്ടി തുടങ്ങിയിട്ടില്ല, തുടങ്ങണേ. എവിടുന്നാ സൃഷ്ടി ഉണ്ടായി? അപയേവ സസൃജാത. സൃഷ്ടി ഉണ്ടായത് എവിടുന്നാണെന്നറിയോ? വെള്ളത്തിൽ നിന്നാണെന്ന് പറഞ്ഞത്. അത് മുതൽക്കാണ് സൃഷ്ടി വികസിച്ചു വരുന്നത്. അതുവരെ അതിന്റെ കാരണങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. ഇപ്പോൾ ആത്മന ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാവ, അഗ്നിപ്രവി, ഇങ്ങനെയാണ് സൃഷ്ടി വരുന്നത്. ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്ത് നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി, ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി. അഗ്നി വരെയുള്ള സൃഷ്ടിയില് രൂപല്യ. ആത്മ നിന്ന് ആകാശം ഉണ്ടായി, രൂപല്യ. വായു ഉണ്ടായി, രൂപല്യ. അഗ്നി ഉണ്ടായി, രൂപല്യ. എവിടെ രൂപാവുന്നുള്ളൂ? ജലം മുതൽക്കാണ്. ജലം കഴിഞ്ഞ് പൃഥ്വി ആവുമ്പോഴാണ് ശരിക്കുള്ള വ്യക്തമായിട്ടുള്ള സ്വരൂപമായിട്ട് വരുന്നത്. ഇപ്പൊ സൃഷ്ടി വികാസത്തിൽ രൂപത്തെ കൊടുക്കുന്നത്, അഗ്നി രൂപത്തെ കൊടുക്കുമ്പോഴാണ് ജലവും പൃഥ്വിയും കൂടി ഒരു സൃഷ്ടി നടത്തുന്നത്. ഇൻ എ സോളിഡ് ഫോം, കാണാവുന്നതും തൊടാവുന്നതും അനുഭവിക്കാവുന്നതായിട്ടുള്ള രൂപത്തിൽ. മനസ്സിലാവുണ്ടോ? അപ്പോ അപയേവ സസൃജാത, സൃഷ്ടി ഉണ്ടായത് ജലത്തിൽ നിന്നാണത്രേ. താസു വീര്യം അപാസൃജിൽ, ആ ജലത്തിന് വീര്യം വീണപ്പോഴാണ് സൃഷ്ടി ഉണ്ടായത് എന്നാണ് പറയുന്നത്. ജലത്തിൽ വീര്യം വീഴാണല്ലോ. പ്രളയജലത്തിൽ പോയിട്ട് വീര്യം പിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് സൃഷ്ടി രണ്ട് ഉണ്ടാവുന്നത്. ആലോചിക്കണമെന്നത്. സ്ത്രീ പുരുഷ സംയോഗത്തിലെ ജലീയമായിരിക്കുന്ന സ്ത്രീ അംശത്തിലേക്ക് പുരുഷബീജം വീഴുമ്പോഴാണ് അവിടെ സൃഷ്ടി ഉണ്ടാവുന്നത്. അല്ലേ? അല്ലേ? അപ്പൊ എല്ലാ സൃഷ്ടി എങ്ങനെയാണ്? അപയേവ ഏവാന്നാണ് പ്രയോഗം. അപ്പിൽ നിന്ന് മാത്രമേ സൃഷ്ടി ഉണ്ടാവുന്നുള്ളൂ. താസു വീര്യം അപാസത്തിൽ, അതിൽ വീര്യം വീഴാണ്. അപ്പൊ വിപരീത ഗുണങ്ങളാണ്. വീര്യം സ്ഫുലിംഗങ്ങളാണ്, അഗ്നിസ്ഫുലിംഗങ്ങളാണ്. അത് എവിടെ? ജലത്തിൽ. വിപരീതങ്ങളുടെ ചേർച്ചയാണ് സൃഷ്ടി. വിപരീതങ്ങളാണ് ലോകത്തുള്ളത്. ശീതോഷ്ണങ്ങളായിട്ടും സ്ത്രീ പുരുഷനായിട്ടും സുഖദുഃഖാലുമായിട്ടും സൃഷ്ടിയിൽ എപ്പോഴും ദ്വന്ദ്വങ്ങളാണ്. രണ്ടാണ്. ആ രണ്ട് വിപരീതങ്ങളാണ്. മനസ്സിലാക്കണം. അവിടെ ഈ അണ്ഡം, ഈ പൂർവസൃഷ്ട ശരീരമുള്ള ജലം, അതിങ്ങനെ 1000 വർഷം. കോഴി മുട്ടയിരുന്ന് 21 ദിവസം ഉണ്ടേ. അതുപോലെ ഈ അണ്ഡം പൊട്ടാനുള്ള സമയം അത് പക്വമായിട്ട് വരണ്ടേ? അതിന്റെ പ്രവർത്തനം മുഴുവൻ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരണ്ടേ? അതിനെത്ര 1000 കൊല്ലം അത് ഈ സമുദ്രജലത്തിൽ ഇങ്ങനെ തത്തിക്കളിച്ചു എന്നാണ് പറയുന്നത്. അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ അധിഷ്ഠൽ സഹസ്രം സമാഹ 1000 വർഷം. നിർഭിന്ദൻ അഘൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വലി. എന്നിട്ടത് പൊട്ടിയെന്നാണ്. നിർഭിന്ദൻ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ആചാര്യന്മാർ പറഞ്ഞാലും വിശ്വസിക്കില്ല, ഭഗവാൻ പറഞ്ഞാലും വിശ്വസിക്കില്ല. പിന്നെ ആര് പറഞ്ഞാലും വിശ്വസിക്കുള്ളൂ? സായിപ്പ് പറയണം. സായിപ്പ് പറഞ്ഞിട്ടുണ്ട്, അതാ പറയണത്.
അവർ ഈ സൃഷ്ടിയുടെ വികാസം എങ്ങനെയാണ് സയൻസ് പറയുന്നത് എന്നറിയോ? മോഡേൺ സയൻസ് ഇങ്ങനെ 13.7 billion years ago atomic molecule compressed into singularity എന്നാണ്. ആറ്റമിക് മോളിക്യൂൾസ് എത്ര 137 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ആറ്റമിക് മോളിക്യൂൾസ് ചുരുങ്ങിയിട്ട് ഒരു സിംഗുലർ ഫോമായിട്ടേ, എല്ലാം കൂടിയിട്ട് പലതായിരിക്കുന്ന ഈ വിശ്വമുണ്ടല്ലോ, അത് ചുരുങ്ങിപ്പോയിട്ട് എന്തായി? ഒരു ഫോമായി, ഒരു സിംഗുലർ ഫോമായിട്ട് ഒരേ ഫോമായി വന്നു. അവിടെ സ്പേസ് ആൻഡ് ടൈം ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അവിടെ സമയമില്ല, കാലമില്ല. കാലത്തിനും സമയത്തിനും അതീതമായിട്ടുള്ള ഒരു വസ്തുവായി അത് ചുരുങ്ങിപ്പോയി. എന്നിട്ടോ and there had an ineffable explosion. എന്നിട്ട് അത് പൊട്ടിത്തെറിച്ചു തായി. എന്നിട്ട് then matter, energy, space and time came to existence. എന്നിട്ട് മാറ്റർ, വസ്തുക്കള്, ശക്തി, പിന്നെ കാലം, ദേശം, ഇതുകളെല്ലാം പിന്നീട് വന്നതാണെന്ന് അതിലേക്ക് വന്ന് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താ വ്യത്യാസം രണ്ടും കൂടിയിട്ട്? ഇപ്പൊ വിശ്വാസമായി. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, രണ്ടാമത് സായിപ്പ് പറഞ്ഞു, പിന്നെ അത് മോഡേൺ ആണ്. ഇപ്പൊ നമുക്ക് മഹർഷിമാരൊക്കെ വിശ്വാസമായി. മഹർഷിമാരെക്കാളും ഈശ്വരനേക്കാളും വിശ്വാസമാണ് സായിപ്പിനെ. അപ്പൊ ഈ സയൻസ് പറയുന്നതും നമ്മുടെ ശാസ്ത്രം പറയുന്നതും ഈ കാര്യത്തിൽ ഒന്നാണ്. യൂണിവേഴ്സിന്റെ ഈ കോസ്മോസിന്റെ ക്രിയേഷൻ എങ്ങനെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. കോസ്മിക് ക്രിയേഷൻ, ആ ക്രിയേഷൻ, ആ സൃഷ്ടി എന്നുള്ളതും നമ്മൾ പറയുന്ന സൃഷ്ടിയും ഈ ആചാര്യങ്ങൾ ഒരേ സംഭവമാണ്. ഒന്നല്ലാണ്ട് വയ്യ. സത്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാണ്. സിംഗുലാരിറ്റി തന്നെയാണ് അവിടെ. സത്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഒന്നായി. പലത് ഒന്നാവുന്നു, ഒന്ന് വലുതാവുന്നു, പലത് ഒന്നാവുന്നു, ഒന്ന് വലുതാവുന്നു, ഒന്ന് വലുതാവുന്നു, പലത് ഒന്നാവുന്നു. ഇതാണ് ഇതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ, ഗൂഢമായിരിക്കുന്ന തത്വം. അപ്പോ നിർഭിന്ദൻ അത് പൊട്ടി. അകൃത എന്നിട്ടോ സൃഷ്ടിച്ചു. ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. അങ്ങനെയാണ് ഈ വിരാട് സ്വരൂപമായിരിക്കുന്ന 14 ലോകങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. ഭൂലോകം മാത്രമല്ല, നമ്മുടെ അനുഭവം ഭൂലോകമാണല്ലോ. ഏറിയ നമ്മൾ സ്വർഗമുണ്ടോ നരകമുണ്ടോ പറയുന്നില്ല, അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പോവില്ല. 7 14 ലോകങ്ങളാണ്. 7 ലോകങ്ങൾ ഊർധ്വലോകങ്ങളും 7 ലോകങ്ങൾ അധോലോകങ്ങളും. ഈ 7 ലോകങ്ങൾ അധോലോകങ്ങളും 7 ലോകങ്ങൾ ഊർധ്വലോകങ്ങളുടെയും മധ്യത്തിലാണ് ഭൂമി. ഊർധ്വലോകങ്ങൾ ഏതാണ്? ഊർധ്വലോക പുതുകീത് മൂർധത സാർദ്ധമേവ കരണേറിയതേ. ഓർമ്മയുണ്ട്? ഊർധ്വലോക പുതുകി ഭൂ ഭുവ സ്വ മഹ ജന തപ സത്യം. 7 ലോകങ്ങളായി. ഊർധ്വലോകങ്ങൾ, സത്യലോകം വരെ മുക്തിയിലേക്കുള്ള പ്രയാണം, മുകളിലേക്കുള്ളതാണ്. ഇതാണ് നമ്മൾ യോഗം കൊണ്ട് ചെയ്യുന്നത്. യോഗം കൊണ്ട് നമ്മൾ ഭൂലോകത്തു നിന്നാണ് തുടക്കം. അതാണ് മൂലാധാര ചക്രം. സ്വാധിഷ്ഠാന ചക്രം വരുമ്പോൾ ഭൂർലോകം, മണിപൂരക ചക്രം എത്തുമ്പോൾ സ്വർഗലോകം, അനാഹത ചക്രം വരുമ്പോൾ മഹർലോകം, വിശുദ്ധി ചക്രം വരുമ്പോൾ ജനലോകം, ആജ്ഞാചക്രം വരുമ്പോൾ തപോലോകം, സഹസ്രാരകൽപ്പം വരുമ്പോൾ സത്യലോകം, ഊർധ്വലോകം ഒരുക്കി. ഇതാണ് കുണ്ടലിനി പ്രബോധം, യോഗത്തിന്റെ വലിയ വിഷയം. യോഗശാസ്ത്രം പറഞ്ഞിട്ടപ്പോൾ ഇത് പറയുന്നത്. ഇതുപോലെ അധോലോകമുണ്ട്, അത് നമ്മൾ നോക്കാറില്ല. ഗായത്രി മന്ത്രത്തിൽ അധോലോകമില്ല, ഭൂർഭുവസ്വ എന്നുള്ളൂ. താഴേക്കുണ്ടോ? മൂലാധാരത്തിന്റെ താഴേക്ക് കാല് വരെ. ആ ലോകങ്ങൾ അധോലോകങ്ങളാണ്. ഭൂലോകത്തെറ്റിയ ഒരു മനുഷ്യൻ താഴേക്ക് ആലോചിക്കേണ്ട, മുകളിലേക്ക് ആലോചിച്ചാൽ മതി. ആരും ആഗ്രഹിക്കുന്നില്ല താണു പോവാൻ. ഉണ്ടോ? ഉയരാനുള്ള ആഗ്രഹമാണ്. ആ താഴെയുള്ള ലോകങ്ങളാണ് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. പാതാളലോകം ഏറ്റവും വലിയ. പാതാളലോകമാണ് അങ്ങനെ കാലിൻ്റെ അടി എന്നാണ് ഞാൻ അടുത്ത അധ്യായത്തിൽ പറയുന്നത്. വിരാട് സ്വരൂപനായിട്ട് ഭഗവാനെ പറയുന്നു. ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ പാതാളമാണ് ഉള്ള കാല് എന്നർത്ഥം. ഇത് ഭഗവാൻ മാത്രമല്ല ബാധകം, നമുക്കൊക്കെ ബാധകമാണ്.
അങ്ങയുടെ വാതുതലം പാതാള ലോകമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ അവയവങ്ങൾ ഓരോരോ ലോകമായിട്ട് കാണലാണ് എൻ്റെ അടുത്ത ദശകത്തിൽ. അത് വിരാട് സ്വരൂപ വർണ്ണനയാണ്. ഇത് വിരാട് സ്വരൂപ ഉൽപ്പത്തിയാണ്. എങ്ങനെ ഈ വിരാട് സ്വരൂപം വികസിച്ച് വന്നു എന്നുള്ള ഉൽപ്പത്തിയാണ് ഇവിടെ പറയുന്നത്. ഉൽപ്പത്തി കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങ് വിരാട് സ്വരൂപത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് അങ്ങയുടെ സ്ഥിതി? നമ്മളൊരു വീടിന്റെ വാസ്തു എടുത്താൽ, നമ്മളൊരു വീട് കണക്കാക്കുമ്പോൾ ആ വീട്ടിലൊരു വാസ്തു പുരുഷനെ കണക്കാക്കും. ആ പുരുഷന്റെ കാല് കന്നിമൂലയിലും ഈശാന കൊണ്ട് തലയായിട്ട് കിടക്കുകയാണ് ചുരുളിട്ട് ഗർഭത്തിൽ കിടക്കുന്നത്. ആ ഇരിക്കുന്ന പുരുഷന്റെ ഏത് ഭാഗത്താണ് നമ്മൾ ഓരോ സംഭവങ്ങൾ വരുന്നതെന്ന്, അടുക്കള എവിടെ വരുന്നു, എവിടെയാണ് നമ്മുടെ പൂജാമുറി വരുന്നത്, എവിടെയാണ് അടുക്കള വരുന്നത്, എവിടെയാണ് കക്കൂസ് വരുന്നത്, അസ്ഥാനത്ത് പോയിട്ട് കക്കൂസ് വയ്ക്കാൻ പോകുന്നുണ്ട്. ഇതാണ്. അപ്പൊ എല്ലാറ്റിൻ്റെ പുരുഷൻ അന്തര്യാമിയാണ്. ഏത് തത്വമായാലും ശരി, വാസ്തുതത്വമായാലും ജ്യോതിഷമായാലും ധനുർവേദം, എന്ത് വിഷയം, ഈ തത്വം എവിടെ പോകാനാ? ഭഗവാൻ ഇല്ലാതെ ഒരു സംഭവം ഇല്ലല്ലോ ഏതിലായാലും. അതില്ലാതെ ഇല്ല. അപ്പോ അങ്ങനെ ആ ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ 14 ലോകത്തിൽ ഭഗവാനെ കാണേണ്ടതെന്നുള്ളതാണ് അടുത്ത ദശകം. ഇതിപ്പോ എങ്ങനെയാണ് ഭഗവാന്റെ വിശ്വരൂപം വികസിച്ചു വന്നത്, വിരാട് സ്വരൂപം എന്നുള്ളതാണ്. അതിലാണ് പറയുന്നത് 14 ലോകങ്ങൾ. ഊർധ്വലോകം 7, അധോലോകം 7, അതിന്റെ മധ്യത്തിൽ ഭൂമി. ഭൂർഭുവസ്വാന്ന ഭൂമി മുതൽക്കാണ് തുടങ്ങുന്നത്. മുകളിലേക്ക് ഭൂമി വരെ എത്തി നിൽക്കുകയാണ്. പാതാളത്തുനിന്ന് കയറി രസാതലം, മഹാതലം, തലാതലം, സുതലം, ഇതലം, അതലം, ഭൂമി. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കീഴ്പ്പെട്ട് പോണോ? ഈ വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ കീഴ്പ്പെട്ട് പോകും. നല്ല പ്രവൃത്തി ചെയ്താൽ മുകളിലേക്ക് പോകും. ഏതാ വേണ്ടത്? ഇവിടെ തന്നെ മതിയല്ലേ. എന്നിട്ടോ അങ്ങനെ 14 ലോകങ്ങളോട് കൂടിയ ഈ വിരാട് സ്വരൂപത്തിനെ വിരാടാഹ്വയം, വിരാട് എന്ന് പറയുന്നത് വിവിധം രാജതേ ഇത് വിരാട്, വിവിധ തരത്തിലായിട്ട് പ്രശോഭിക്കുന്നതാണ് വിരാട് എന്നതിനർത്ഥം. വിവിധ തരത്തിൽ പ്രശോഭിക്കുകയാണ് അല്ലേ? എങ്ങനെ? വൃക്ഷലതാദികളായിട്ടും പക്ഷി മൃഗാദികളായിട്ടും ഇങ്ങനെ രസാതലം, മഹാതലം മുതലായിട്ടുള്ള ലോകങ്ങളായിട്ടും സൂര്യചന്ദ്രന്മാരായിട്ടും നക്ഷത്രങ്ങളായിട്ടും എല്ലാം അങ്ങ് ഭാസിക്കുന്നതാണ്. അതാണ് വിരാട് സ്വരൂപം. വിരാടാഹ്വയം. സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷ ജീവാത്മകോ നിർഭാതോസി മരുൽപുരാധിപ സമാം പ്രായസ്വ സർവാമയാൽ. എങ്ങനെയാണ് അങ്ങ് ഭാസിക്കുന്നത് ഈ 14 ലോകത്തിൽ? സാഹസ്രൈകരപാദമൂർധനിവഹൈ, സാഹസ്രൈഹി സഹസ്രങ്ങളായിരിക്കുന്ന, സഹസ്രസംഖ്യയിലാണ് പറയുന്നത്. ഏത്? കരപാദമൂർധനിവഹൈ, കരങ്ങൾ, കൈകൾ, പാദങ്ങൾ, കാലുകൾ, മൂർധാവ്, ശിരസ്. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാൽ, സഹസ്രബാഹു. കേട്ട എന്നുവെച്ചാലോ ഇതെവിടെയത്? പുരുഷ സൂക്തമാണ്. സഹസ്രശീർഷനാണ് പുരുഷൻ. 1000 ശിരസ്സുകളോട് കൂടിയതാണ്. രാവണ 10 ശിരസ്സേ പറയുന്നു അല്ലേ? 1000 ശിരസ്സുകളോട് കൂടിയതാണ് സഹസ്രശീർഷ പുരുഷ. സഹസ്രാക്ഷ, കണ്ണുകൾ, 1000 കണ്ണുകൾ. സഹസ്രപാൽ, 1000 പാദങ്ങള്. സഹസ്രബാഹു, 1000 കൈകള്. ഇങ്ങനെ 1000ന്റെ കണക്കുകളാണ്. ആയിരം എന്ന് വെച്ചാൽ എന്താ? ആയിരങ്ങളല്ല, കോടികളില്ല. 1000 എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് അങ്ങയുടെ സ്വരൂപം എന്നാ പറയുന്നത്. സഹസ്രൈ കരപാദമൂർധനവഹൈ നിശേഷ ബീജാത്മക, നിശേഷ ജീവാത്മക. ഒരു ജീവാത്മാവിലല്ലായിരിക്കണം. സമസ്ത ജീവരാശികളിലും സകല ജീവജാലങ്ങളുടെയും സമഷ്ടി വ്യഷ്ടി ആയിരിക്കുന്ന എല്ലാ അംശങ്ങളിലും സമഷ്ടി സ്വരൂപമായിട്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നു. നിർഭാതോസി, അങ്ങനെ വിളങ്ങുന്നു, പ്രക്ഷോഭിക്കുന്നു എന്നർത്ഥം. മരുൽപുരാധിപ, അല്ലയോ ഗുരുവായൂരപ്പ. സമാം പ്രായസ്വ സർവാമയാൽ,
അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. അണ്ടം തത്ഖലു പൂർവസൃഷ്ടസലിലേ, പൂർവസൃഷ്ടസലിലമാണ്. കാരണജലത്തിൽ ആദ്യം കാരണജലമാണ്. അത് പ്രളയജലം എന്ന് പറഞ്ഞാലേ ആ കാരണജലം ഉണ്ടാവുകൊണ്ടാണ് ബാക്കി ഉണ്ടായത് എന്നർത്ഥം. അതിലാണ് പറഞ്ഞില്ലേ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ. ആ കാരണജലത്തിൽ 1000 കൊല്ലം അങ്ങനെ തട്ടിക്കളിച്ചു. ഏത്? ഈ ഹിരൺമയമായിരിക്കുന്ന അണ്ടം. അത് നിർബിന്ദൻ, അതിന്റെ കാലയളവ് വന്നു. അപ്പൊ അത് ഒരു കോഴിമുട്ട എങ്ങനെയാണ് പൊട്ടി ഉണ്ടാവുന്നത്, അതുപോലെ നിർബിന്ദൻ ഭേദിച്ചുകൊണ്ട് അകൃത സൃഷ്ടിച്ചു. എന്തിനെ? ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം, അങ്ങയുടെ വിരാട് ശരീരത്തിനെ സൃഷ്ടിച്ചു. അത് ചതുർദശ ജഗദ്രൂപമാണ്, 14 ലോകങ്ങളോട് കൂടിയതാണ്. അതിൽ അങ്ങ് എങ്ങനെ വിളങ്ങുന്നു? സാഹസ്രൈ കരപാദമൂർധനിവഹേ, 1000കണക്കിന് കൈകളോടും കാലുകളോടും ശിരസുകളോടും കണ്ണുകളോടും കൂടിയിട്ട് നിശേഷ ജീവാത്മക, ഒരു ജീവാത്മാവും ശേഷിക്കുന്നില്ല, എല്ലാ ജീവാത്മാവിലും സ്ഥിതി ചെയ്തുകൊണ്ട് നിർഭാവോസി വിളങ്ങുന്നു. അല്ലയോ മരുൾപുരാരി തായസ്വമാം സർവാമയാൽ, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇത് ശ്രീമന്നാരായണീയെ ഭാഗവതാർത്ഥ സംഗ്രഹേ ദിവ്യസ്തോത്രേ വിരാട് പുരുഷോത്പത്തി പ്രകരണം നാമ 5ാം ദശകം സമാപ്തം.